ഈ പുറത്ത് കിടക്കുന്ന ഈ ഇലക്ഷൻ കോലാഹലങ്ങൾ പ്രചാരണമൊക്കെ കാണാറുണ്ടോ? എൻ്റെ അവിടെ ഒന്നും ഞാൻ അതിലോട്ടൊന്നും കണ്ടില്ല. പോസ്റ്റർ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞാൻ ആരെയും കണ്ടിട്ടില്ല. പിന്നെ പുറത്തൊക്കെ ന്യൂസിലും ഫോണിലും ഒക്കെ ന്യൂസൊക്കെ കാണാറുണ്ട്. അച്ഛൻ കാണുമ്പോൾ നിങ്ങൾ കൂടെ പത്രം വായിക്കാറുണ്ടോ? പത്രം നിർത്തിയത് അങ്ങനെ തന്നെ മടക്കന്നെ ഇരിക്കുന്നതുകൊണ്ട് അച്ഛൻ പറഞ്ഞു വേണ്ട, വായിക്കാറേ ഇല്ല. അപ്പൊ നിങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന മാറ്റങ്ങളൊക്കെ എങ്ങനെയാ അറിയുന്നത്? ഫുൾ ഈ സോഷ്യൽ മീഡിയ വഴി, ഫോൺ വഴിയാണോ അപ്ഡേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് നിങ്ങൾ? സോഷ്യൽ മീഡിയ വഴിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അച്ഛനും ഞാനും ഇപ്പം ഞങ്ങളൊക്കെയാണ് ഒരു വൈകുന്നേരം ആകുമ്പോൾ അച്ഛൻ വരുമ്പോൾ ഞങ്ങൾ ന്യൂസ് വെച്ച് കുറച്ച് നേരം കാണും. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിപ്രായം പറയും. അപ്പം എനിക്കറിയുന്ന കാര്യം ഞാൻ അച്ഛന് പറഞ്ഞു കൊടുക്കും, ഞാൻ കണ്ട കാര്യം അച്ഛൻ കണ്ട കാര്യം എനിക്ക് പറഞ്ഞു തരും. അങ്ങനെ ആ രീതിയിലൊരു ചർച്ച നടക്കാറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ കാണുന്നുണ്ടല്ലോ. രാഹുലിനെതിരെ പരാതി വരുന്നു, രവി ചെയ്ത പരാതി കൊടുക്കുന്നു, MLA ആണ്. ഇപ്പോൾ ഒരു ജനപ്രതിനിധിയിൽ നിന്നുണ്ടാകേണ്ടത് അങ്ങനെ ഒരു സ്വഭാവം, അങ്ങനെ ഒരു ആളാണോ നമുക്ക് വേണ്ടത്? അങ്ങനെ ഒരാളെ അല്ല വേണ്ടത്. ഇപ്പൊ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതായത് എന്താണ് ശരിക്കും സംഭവിച്ചത് നമ്മൾക്ക് രണ്ടുപേരുടെയും ആരാണ് തെറ്റെന്ന് ശരിക്കും ഇപ്പൊ പുറത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും പറഞ്ഞാൽ അതല്ലല്ലോ പുറത്ത് വരുന്നതെങ്കിൽ ആയിരിക്കാം. എന്നാൽ ഒരു MLA അല്ലെങ്കിൽ ജനപ്രതിനിധി സ്വഭാവത്തിൽ ഉണ്ടാകേണ്ട ഒരു ഗുണമുണ്ടല്ലോ. അതല്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും മോശമാണ്. അതിനുള്ള ശിക്ഷ കിട്ടണം. അല്ലെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ കറക്റ്റ് ഏതാന്നുള്ളത്. ഇപ്പൊ CMS-ൽ ഇതുവരെ കേട്ടതെല്ലാം പെൺശബ്ദങ്ങൾ മാത്രമാണ്. എന്തുകൊണ്ട് CMS-ൽ ആൺശബ്ദങ്ങളില്ല എന്ന ചോദ്യം ഉയരുമ്പോൾ നമുക്കൊരു 4 പേര്. CMS കോളേജിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മഹാരഥന്മാർ പഠിച്ചു പോയ കോളേജ്. KR നാരായണൻ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ പിച്ച വെച്ച് രാഷ്ട്രീയത്തിലേക്ക് നടന്നു കയറി ഒരുപാട് പേർ. അങ്ങനെ ഒരു ചരിത്രമുറങ്ങുന്ന സ്ഥാപനത്തിൽ പഠിക്കുന്നതിന്റെ ഒരു ജാടയുണ്ട്. അത് വളരെ പ്രൗഡ്ഫുൾ ഒരു മൂവ്മെന്റ്. കാരണം കേരളത്തിൽ തന്നെ ഇത്രയും ഒരു എന്താ പറയാ, ഇവിടെ തലയെടുപ്പുള്ള ഒരു കോളേജിൽ വന്ന് പഠിക്കാന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ്. ഇപ്പൊ പിള്ളേർക്ക്, പുതിയ ക്യാമ്പസിലെ പിള്ളേർക്ക് ജൻസിക്കൊന്നും വോട്ടെടുപ്പിലും രാഷ്ട്രീയത്തിലൊന്നും താല്പര്യമില്ല എന്ന ഒരു പരിദേവനം ഇങ്ങനെ കേൾക്കുന്നു. അത് അങ്ങനെ വെറുതെ ബാഹ്യശക്തികൾ എന്നൊക്കെ പുറത്തുള്ള ആളുകൾ നിങ്ങളെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നതാണോ അതോ ഉള്ളതാണോ? രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലേ? എൻ്റെ രീതിയിൽ എനിക്ക് താല്പര്യമില്ല. പലയിടത്തും കലാപങ്ങളും ഒരു സമാധാനപരമായി പോകാനാണ് എൻ്റെ താല്പര്യം. പക്ഷെ പലയിടത്തും ഇങ്ങനെ ഒരു രാഷ്ട്രീയ കലാപങ്ങളും കൊലയൊക്കെ നടത്തുന്നതിന് വെച്ച് അങ്ങനെ ഇപ്പോൾ കേരളത്തിൽ എവിടെയാ രാഷ്ട്രീയ കലാപങ്ങളും കാര്യങ്ങളൊക്കെ നടന്നത്? നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ, നല്ല രാഷ്ട്രീയം ഉണ്ടെങ്കിലേ രാഷ്ട്രമുള്ളൂ. അങ്ങനെ അവനോടൊരു പോസിറ്റീവ് കാഴ്ചപ്പാട് വേണ്ടേ? ഉറപ്പാണ് പോസിറ്റീവ് കാഴ്ചപ്പാടുമുണ്ട്, പല പല ഡെവലപ്മെന്റ്സും വരുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ അവിടെ ഒരു കലാപമുണ്ട്. കാരണം എക്സാമ്പിൾ തന്നെ CMS തന്നെ കഴിഞ്ഞിടയ്ക്കാണ് കലാപങ്ങൾ ഉണ്ടായിരുന്നത്. പക്ഷെ അതുകൊണ്ടൊരു വോട്ട് ആർക്കാണ്? വികസനത്തിനാണോ, രാഷ്ട്രീയത്തിനാണോ, വ്യക്തിബന്ധങ്ങൾക്കാണോ? ആർക്കാ വോട്ട്? വികസനത്തിനാണ്. ഇവിടെ നാട് നല്ലതാകുമെന്നുള്ളത്. നാട് വികസിക്കണം, അതിനാണ് വോട്ട് അല്ലേ? വികസനത്തിനോടും അതിനും പിന്നെ ആളുകളുടെ വെൽഫെയറിനും വേണ്ടി പ്രവർത്തിക്കുന്ന, അതായത് പാർട്ടി ബേസായും ശരി വ്യക്തിപരമായും ശരി, അത് നോക്കി വോട്ട് ചെയ്യാൻ ആണ്. ജൻസിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നത് നേരാണോ? ചിലവർക്ക് കാണും, ചിലവർക്കില്ല. എന്നാലും ഇവിടെ രാഷ്ട്രീയം അധികം എന്നാലും ഉണ്ട്. ഇവിടെ ആ ഒരു ജൻസിക്ക് താല്പര്യം ഇല്ല എന്ന് മൊത്തത്തിൽ നമുക്ക് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. എന്നാലും ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴേ നമ്മൾ വന്ന ദിവസം ചെറുതായിട്ടൊന്ന് പഴിച്ചു, കാരണം ആ പ്രോഗ്രാം നടക്കുന്നു. അതുകൊണ്ടാണ് കുട്ടികളുടെ കുറവ്. പക്ഷെ എന്നാലും കിട്ടിയ കുട്ടികൾക്ക് നല്ല അടിപൊളി കേടുവായി സംസാരിച്ചു. ആര് പറഞ്ഞു അവർക്ക് നിലപാടില്ല, ജൻസിക്ക് താല്പര്യമില്ല എന്നൊക്കെ? അവർ നിലപാടുണ്ട്, താല്പര്യമുണ്ട്, എല്ലാം ഉണ്ട്. അത് അവർ പ്രകടിപ്പിക്കുകയും ചെയ്തു, നന്നായി പറയുകയും ചെയ്യും. നമുക്ക് ഇനി ഒരുപാട് സ്ഥലങ്ങൾ പോകാൻ. CMS-ലെ കാഴ്ചകളും CMS-ലെ കുട്ടികളുടെ പ്രതികരണവും അവരുടെ നിലപാടും ഒക്കെ കണ്ടു കഴിഞ്ഞു. അടുത്ത ഒരു ക്യാമ്പസ് തേടിയുള്ള ഞങ്ങളുടെ യാത്രയും ഹണ്ടും തുടരുകയാണ്. അതെ, മറ്റൊരിടത്ത് വെച്ച് കാണാം. യെസ്.